ഹായ്, വെൽക്കം ടു മലയാളി മോമെൻറ്റ് ടെക്സസ്. ഞാനിന്ന് ചെയ്യുന്നത് സ്പ്രിംഗ് സമ്മർ ഔട്ട്ഫിറ്റ്സാണ്. നമുക്ക് സമ്മറിന് ധരിക്കാൻ പറ്റിയ 3-4 ഔട്ട്ഫിറ്റ്സാണ്, ഡ്രസ്സസ്സാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ ഡ്രസ്സ്. ഇതൊരു ബ്ലാക്ക് ടോപ്പാണ് വിത്ത് ഒലീവ് ഗ്രീൻ പാൻസ്. ഈ ബ്ലാക്ക് ടോപ്പ് സിമ്പിൾ ഒരു ബ്ലാക്ക് ടോപ്പല്ല, ഇതിൽ കുറച്ച് വർക്കൊക്കെ ഉള്ള ഒരു ടോപ്പാണ്. ഇതിൻ്റെ ഇവിടെ ഒരു ഇങ്ങനെ സ്കാലപ്പ് നെക്കൊക്കെ ഉണ്ട്, നെക്കിൻ്റെ ഇവിടെ വർക്കുണ്ട്. പിന്നെ ഇവിടെ ഇതിങ്ങനെ ഒരു ഇലാസ്റ്റിക്കേറ്റഡ് ബാൻഡാണ്, ഇത് ഇലാസ്റ്റിക് ഉള്ളൊരു ബാൻഡാണ്. ഇതാണ് ടോപ്പ്. ഇതാണ് ടോപ്പ്. ഒരുപാട് നീളമില്ല വരുന്ന ഒരു ടോപ്പാണ്. ഇനി ഇതിൻ്റെ കൂടെ അങ്ങ് ഇട്ടിരിക്കുന്നത് ഒലീവ് ഗ്രീൻ ആർമി ഗ്രീൻ എന്നും പറയും. മോൻ വന്നിട്ടുണ്ട്, മൈൻഡ് ചെയ്യണ്ട. ഇതാണ് ഒലീവ് ഗ്രീൻ പാൻസാണ് ഇതിന് ഇട്ടിരിക്കുന്നത്. ഇത് ഇവിടെ നെക്കിൻ്റെ അടിയിൽ ഇവിടെ നമ്മൾ താഴെ മടക്കി വെച്ചിരിക്കുകയാണ്, കാല് മടക്കി വെച്ചിരിക്കുകയാണ്. ഇതൊരു നമുക്ക് സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരുപാട് നീളം പുറകിലില്ല, എന്നാലും കുഴപ്പമില്ല. ഇതൊരു ഡ്രസ്സാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷൂസാണ് ഇട്ടിരിക്കുന്നത്. കാണാം, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷൂസാണ്. ബ്ലാക്കിൽ വൈറ്റ് സ്ട്രൈപ്സ് ഉള്ള ഒരു ഷൂസാണ്. ഒരു ബാലെ ഫ്ലാറ്റ്സാണ് ഇത് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഗ്രീൻ കളർ, ഒലീവ് ഗ്രീൻ കളറിലെ ഇയറിങ്സും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ബീച്ച് കളർ നമുക്ക് ഒരു ബാഗ് ധരിക്കാവുന്ന, ഇങ്ങനെ ഒരു ബാഗ് ധരിച്ചാൽ ഇത് ഒരു സിമ്പിളായിട്ടുള്ള വളരെ എളുപ്പത്തിൽ തന്നെ ഇടാൻ പറ്റും. ഇട്ടുകൊണ്ട് നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റുന്ന ഒരു സമ്മർ ഔട്ട്ഫിറ്റാണ് ഇത്. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ ഔട്ട്ഫിറ്റ്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഡ്രസ്സ്. ഇതൊരു സ്കേർട്ടാണ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റുള്ള ഒരു സ്കേർട്ടാണ്. അതിന് ഞാൻ ഒരു പിങ്ക് ടോപ്പാണ് ഇട്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ സ്കേർട്ടിൽ കുറച്ച് വർക്കുണ്ട്, പക്ഷേ ഈ വർക്ക് കുറച്ച് പിങ്ക് ഷെയ്ഡ് ഉള്ള പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടെ ഒരു പിങ്ക് ടോപ്പാണ് ധരിച്ചിരിക്കുന്നത്. ഈ ടോപ്പ് നല്ല നീളമുള്ള ടോപ്പാണ്, പക്ഷേ അതിൻ്റെ ഈ ഒരു ഇങ്ങനെ ഒരു സ്കാലപ്പ് ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് ഞാനത് ഇൻഷേർട്ട് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് എവിടെ വന്നിങ്ങനെ കിടക്കും. ഇത്രയും സ്ലീവ്സൊക്കെ ഉണ്ട്, ഇവിടെ കുറച്ച് ഇങ്ങനെ ഒരു വർക്കുണ്ട്. അതാണ് ടോപ്പ്. ഇനി സ്കേർട്ട് കാണിച്ച്. ഇതാണ് സ്കേർട്ടിന് ഒരു മിഡി സ്കേർട്ടാണ്. മിഡി സ്കേർട്ടിൻ്റെ നീളേ ഉള്ളൂ. ഇത് മിഡി സ്കേർട്ടാണ്, ഇത്രയും നീളവേ ഇതിന് ഉള്ളു. ഇതിൻ്റെ കൂടെ ഞാനൊരു പിങ്ക് കളറിലെ ഒരു ഷൂസാണ് ഇട്ടിരിക്കുന്നത്. ബിക്കോസ് പിങ്ക് ടോപ്പ് ഇട്ടുകൊണ്ട് ഞാൻ പിങ്ക് ഷൂസാണ് ഇട്ടിരിക്കുന്നത്. ഷൂസിലും കുറച്ച് വൈറ്റ് ഡോട്ട്സ് ഒക്കെ ഉള്ള വീണ്ടും ഒരു ബാലെ ഫ്ലാറ്റ്സാണ് ഇട്ടിരിക്കുന്നത്. ഈ സ്കേർട്ടിൻ്റെ ഇവിടെ നല്ലൊരു ഇലാസ്റ്റിക് ഒക്കെ ഉള്ള ഒരു സ്കേർട്ടാണ്.
ഒട്ടും ടൈറ്റല്ല. ഒന്ന് നമുക്ക് ഇത് കുറച്ച് ഹൈ വേസ്റ്റഡ് ആണ്. അപ്പോൾ നമ്മളുടെ വയറിൻ്റെ മുകളിൽ നിൽക്കും. അതുകൊണ്ട് നമ്മൾ സുഖമായിട്ട് ഇട്ടുകൊണ്ട് നടക്കാം. ഇത്രയേ ഉള്ളൂ നീളം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിരിക്കുന്നത് ഒരു പിങ്ക് കളറിൽ ഇയറിങ്സാണ്. ഇതാണ് ടോപ്പ്. ഇത് സ്കേർട്ടാണെങ്കിൽ ഒരു ഷിഫോൺ മെറ്റീരിയലാണ്. അകത്ത് ലൈനിങ്ങും ഉണ്ട്. ഇത് കഴുകാനും ഉണങ്ങാനും ഒക്കെ വളരെ സുഖമാണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ഒരു സ്കേർട്ടാണ്. ഇതാണ് എൻ്റെ അടുത്ത ഔട്ട്ഫിറ്റ്. ഇത് ഒരു ജംപ് സൂട്ടാണ്. ജംപ് സൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സാണ്, ഒറ്റ ഡ്രസ്സാണ്. ടോപ്പും ബോട്ടവും ഒരുമിച്ചിരിക്കുന്ന ഒരു ഡ്രസ്സാണ്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പോൾ ജംപ് സൂട്ട്സൊക്കെ എല്ലായിടും ഇപ്പോൾ ട്രെൻഡാണ്. ജംപ് സൂട്ട് ഇത് വൈറ്റേൽ ഒരു ലൈറ്റ് ബ്ലൂ ഇങ്ങനെ സ്ട്രൈപ്പുള്ള ഒരു കോട്ടൺ വളരെ സിമ്പിൾ പ്രിൻ്റുള്ള ഒരു ജംപ് സൂട്ടാണ്. ഇതിന് പോക്കറ്റുമുള്ള ജംപ് സൂട്ടാണ്. ഇതിൻ്റെ കൈ ആണെങ്കിൽ 3/4 ആണ്. നമുക്കിത് റോൾ ചെയ്ത് വെച്ചാൽ ഫുൾ സ്ലീവായിട്ടും വരും. ഇതിൻ്റെ പാൻസ് എന്ന് പറഞ്ഞാൽ ഇവിടം വരെയും ഉള്ളൂ. താഴെ നല്ല ലൂസാണ്. നമുക്ക് സമ്മറിനൊക്കെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ഇത്. താഴെ പാരലൽ പാൻസ്, ഇപ്പം നമ്മൾ ഈ പലാസോ ഇട്ട പോലത്തെ പാൻസാണ് ഇരിക്കുന്നത്. താഴെ ഇത്രയേ ഉള്ളൂ. ഒരുപാടങ്ങ് നീളമില്ല. ഇവിടെ ഒരു വേസ്റ്റഡ് ടൈ ഉണ്ട്. ഇതിങ്ങനെ ചുമ്മാ നമ്മളിങ്ങനെ ടൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് ജംപ് സൂട്ട്. ഇതിവിടെ പോക്കറ്റൊക്കെ ഉണ്ട്. 2 പോക്കറ്റുണ്ട്. വളരെ സിമ്പിളാണ്. ഈ പാൻസും ടോപ്പും വേണ്ട, ഇത് രണ്ടും ഒരുമിച്ച് ഇവിടെ ഉള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രൈപ്പ്, ഒരു സിൽവർ ചെരുപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. സമ്മർ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ചപ്പലാണ്. ഇതാണ് ഈ ചപ്പല. പിന്നെ ഈ ജംപ് സൂട്ടിനുള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് കയറണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കൂടി കയറണം. പിന്നെ നമ്മൾ ബാത്റൂമിൽ പോകുകയാണെങ്കിലും ഇത് ഇങ്ങനെ മേളിൽ നിന്ന് ഊരേണ്ടി വരും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളേ ഉള്ളൂ. ഇല്ലെങ്കിൽ ജംപ് സൂട്ട് നമുക്ക് ഫുൾ ഡേ നല്ല സിമ്പിളായിട്ട് നമുക്ക് ലൈറ്റ് വെയ്റ്റായിട്ട് ഇട്ടുകൊണ്ട് നടക്കാം. ഞാൻ അതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൂപ്സാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇത് ജംപ് സൂട്ടായിട്ട് ഇടാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ഒരു ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് പലാസോ പാൻസും ടോപ്പും പോലെ ഇരിക്കും. ഇപ്പോൾ ഇതൊരു ഡെനിം ജാക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഇടാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടോപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ടോപ്പും പലാസോ പാൻസ് പോലെ ഇരിക്കും. കണ്ടാലേ മനസ്സിലാകത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ജംപ് സൂട്ടായിട്ട് തന്നെ ഇടാം. ഞാനിവിടെ ഈ കൈ കണ്ട ഇത് ഞാൻ മടക്കി വെച്ചിരുന്നതാണ്. ഫുൾ സ്ലീവ് ചൂടായിട്ട് ആണെങ്കിൽ നമുക്ക് മടക്കി വയ്ക്കാം. പിന്നെ ഇത് റെഡ് ആൻഡ് വൈറ്റ്, ഇത് ഇങ്ങനെ ബ്ലൂ ആൻഡ് വൈറ്റ് ആയതുകൊണ്ട്, ലൈറ്റ് ആയതുകൊണ്ട് നമുക്കൊരു പോപ്പ് ഓഫ് കളറിന് വേണ്ടി ഒരു റെഡ് ബാഗ് ഇടും. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത ഔട്ട്ഫിറ്റ്. ഇതൊരു ജംപ് സൂട്ട്. ചെറിയ കോൾഡ് തന്ന ആളാണ് ഈ നിൽക്കുന്നത്.
ഇതാണ് എൻ്റെ അടുത്ത ഡ്രസ്സ്. ഇത് ഒരു സമ്മർ ഡ്രസ്സാണ്. ഇത് ഒരു മസ്റ്റേർഡ് യെല്ലോ കളറിലെ ഒരു ഡ്രസ്സാണ്. ഇനി ഇവിടെ ഇങ്ങനെ ബട്ടൺസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ബട്ടൺസൊക്കെ ഉള്ളത് ഇവിടെ ഇപ്പോൾ ട്രെൻഡാണ്. ഇതൊരു സ്ലീവ്ലെസ് ഡ്രസ്സാണ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒരു വൈറ്റ് ടീഷർട്ട് ഇട്ടിരിക്കുകയാണ്. ഇത് ഇവിടെയൊക്കെ കുറച്ച് കോട്ടൺ ഡ്രസ്സാണ്. ഇവിടെ കുറച്ച് ഫ്രിൽസൊക്കെ ഉണ്ട്. പുറകിലും ഇലാസ്റ്റിക്കാണ്. വളരെ നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഇടാൻ പറ്റിയതാണ്. ഇതൊരു മിഡി ലെന്ത് ഉണ്ട്. മിഡിയുടെ നീളമുള്ള ഒരു ഫ്രോക്ക് പോലത്തെ ഡ്രസ്സാണ്. ഇത്രയും നീളമുണ്ട്. ഇതിൻ്റെ രണ്ട് നേരത്തെ ഡ്രസ്സ് പോലെ തന്നെ പോക്കറ്റാണ്. പോക്കറ്റുള്ള ഡ്രസ്സുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു ലെതറിൻ്റെ കളറിൽ ഒരു സ്ലിപ്പേഴ്സാണ് ഇട്ടിരിക്കുന്നത്. അന്ന് സ്ലിപ്പേഴ്സ് അതിൻ്റെ കൂടെ കുറച്ച് ഗോൾഡ് വർക്കൊക്കെ ഉണ്ട്. ഒരു ഇതാണ്. പിന്നെ ഇതൊരു മസ്റ്റേർഡ് കളറായതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ഇട്ടിരിക്കുന്ന ഇയറിങ്സ് ഇതാണ്. ഞാനെന്ത് ഇയറിങ് കളക്ഷൻ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ അവസാനത്തെ ഔട്ട്ഫിറ്റ്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെറിയൊരു ചുമയൊക്കെ ഉണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ ഫ്രം ടെക്സസ്.